ഇന്നിപ്പോൾ 40% പൊള്ളലേറ്റാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ സജീറിന്റെ ഭാര്യ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനും ഒപ്പം തന്നെ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലുള്ള മൊഴിയെടുപ്പും ഒരു പ്രാഥമിക മാത്രമേ നടത്താനായി കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ ആത്മഹത്യാ വിവരം ഇവർക്ക് മനസ്സിലായിരുന്നില്ല എന്നതാണ്, ആത്മഹത്യ ശ്രമം മനസ്സിലായിരുന്നില്ല എന്നതാണ്. പക്ഷേ അവർ കുട്ടയിലാണ് താമസിച്ചത്. കുട്ട എന്ന് പറയുന്നത് കർണാടകയിലെ അതിർത്തി ജില്ല സ്ഥലമാണ്. അവിടെ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന വഴിക്ക് 2 കാനിൽ പെട്രോൾ അവർ വാങ്ങി വെച്ചിരുന്നു, ഈ സജീർ വാങ്ങി വെച്ചിരുന്നു. പക്ഷേ അക്കാര്യം എന്തിനാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായിരുന്നില്ല എന്നാണ് യഥാർത്ഥത്തിൽ അവർ മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ പ്രാഥമികമായ മൊഴിയെടുപ്പ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. കൂടുതൽ കാര്യം അവർക്ക് കുറച്ചുകൂടി ആരോഗ്യം ഭേദമായ ശേഷം നടത്താമെന്നാണ് പോലീസ് പറയുന്നത്. അക്കാര്യത്തിൽ സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുമെന്നും പോലീസ് പറയുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലും സജീർ മരിച്ചതായി ചികിത്സയിൽ കഴിയുന്ന ഈ ഭാര്യ നജ്മുന്നീസയെ ആരും ബന്ധുക്കൾ ആരും മൊഴിയെടുക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ മൊഴിയെടുക്കൽ നടത്തേണ്ടതെന്നാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ കൂടുതൽ മൊഴിയെടുപ്പ് നടത്തുകയും അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കൂടി ലഭിക്കുമെന്ന് പോലീസ് കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. 2 പ്രധാനപ്പെട്ട പേർക്കെതിരെയാണ് സജീർ മരിക്കുന്നതിന് മുൻപ് വീഡിയോ പുറത്തിറക്കി അതിൽ ആരോപണം ഉന്നയിച്ചത്. ഒന്ന് മാനന്തവാടി സ്വദേശിയായ വ്യാപാരിയായ ഇ.സി. ബാപ്പു എന്ന ആൾക്കെതിരെയാണ്. ഇയാളുടെ വഞ്ചനയാണ് താൻ മരിക്കുന്നതിന് കാരണമെന്നും തന്റെ കുടുംബത്തിന്റെ കൂട്ടാത്മഹത്യക്ക് കാരണക്കാരനായ ഇയാൾക്കെതിരെ നടപടി വേണം, എല്ലാവരും പ്രതിഷേധിക്കണം, അല്ലെങ്കിൽ എല്ലാവരും രംഗത്ത് വരണമെന്നൊരു ആഹ്വാനം കൂടി സജീർ നടത്തുകയും ചെയ്ത വീഡിയോയിൽ. അപ്പോൾ ഈ ഇ.സി. ബാപ്പുവിനെയും ഒപ്പം തന്നെ മറ്റൊരാളെ പൂച്ചക്കൽ സ്വദേശി റഫീഖിനെതിരെയും 2 പേരെയും പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇവർ ഈ മാനന്തവാടി സ്വദേശിയായ ബാപ്പുവിന്റെ വീട്ടിലേക്കാണ് ഈ വാഹനം ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി സജീർ ഇടിച്ചിറക്കിയത്. ബാപ്പു ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ പോലീസിന്റെ നിരീക്ഷണത്തിൽ ഇയാൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഇപ്പോഴത്തെ കേസിൽ ഈ അസ്വാഭാവിക മരണത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്ത് ഈ 2 പേരെയും ചോദ്യം ചെയ്ത് നടത്തിയ ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഒരുപക്ഷെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താനുള്ള സാധ്യത ഒരുപക്ഷെ ഉണ്ടെന്ന് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിവാദം പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മരണം നടന്ന സജീറിന്റെ മരണം വന്നു ഇപ്പോൾ തന്നെ വാർത്തകളെല്ലാം പുറത്തു വന്ന സാഹചര്യത്തിൽ ഒരു പ്രസ്താവന ഇ.സി. ബാപ്പു പുറത്തിറക്കിയിട്ടുണ്ട്. ബാപ്പു പറയുന്നത് ഈ പുറത്തു വന്ന ആരോപണങ്ങളൊന്നും ശരിയല്ല, സജീർ പറയുന്നതും ശരിയല്ല. 25 ലക്ഷം രൂപ ഞാൻ സജീറിന് മടക്കി നൽകിയിരുന്നു. ഈ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ഈ സജീറിന് ഉണ്ടായിരുന്നു. പക്ഷേ അത് താൻ മൂലമല്ല, മറ്റു ബിസിനസ് നടത്തിയത് മൂലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അടിസ്ഥാനരഹിതമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്ന കാര്യമാണ് ഇ.സി. ബാപ്പു പറയുകയും ചെയ്തത്. എന്തായാലും പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കും. അതിനുശേഷമായിരിക്കും ഈ 2 പേരെയും റഫീഖിനെയും ബാപ്പുവിനെയും ചോദ്യം ചെയ്യുക, ഒപ്പം തന്നെ ഭാര്യയിൽ നിന്ന് കൂടുതൽ മൊഴിയെടുക്കുകയും ചെയ്യുന്നത്.